പരിസ്ഥിതി ദിന ക്യൂസ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആര്? ഉത്തരം രാജീവ് ഗാന്ധി. 1985 സെപ്റ്റംബർ 7. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. 2023 പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? ഉത്തരം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക. സൈലന്റ് വാലി എന്ന പേരിന് കാരണം? ഉത്തരം അവിടെ ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ട്. റോബോട്ട് റൈറ്റാണ് ഈ പേര് നൽകിയത്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ? ഉത്തരം പാലക്കാട് ജില്ലയിൽ. 2024 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? ഉത്തരം ആക്സിലറേറ്റിംഗ് ലാൻഡ് റീസ്റ്റോറേഷൻ, ഡ്രോട്ട് റീസൈലൻസ് ആൻഡ് ഡീസർട്ടിഫിക്കേഷൻ. കേരള സംസ്ഥാനത്തിൻ്റെ വിസ്തീർണം എത്ര? ഉത്തരം 38,863 ചതുരശ്ര കിലോമീറ്റർ. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം? ഉത്തരം സ്ട്രോബിലാന്തസ് കുന്തിയാന. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായി കണക്കാക്കപ്പെടുന്നത് ഏത്? ഉത്തരം കന്നിമരം. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഡെറാഡൂൺ. കർഷക സുഹൃത്ത് എന്നറിയപ്പെടുന്നത്? ഉത്തരം മണ്ണിര. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? ഉത്തരം 1986. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്? ഉത്തരം നെയ്യാർ. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്ക് കാണപ്പെടുന്നത്? ഉത്തരം നിലമ്പൂരിൽ. കേരളത്തിലെ വനേതര മേഖലയിലെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായി ഗ്രാമീണ ജനതയുടെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി? ഉത്തരം ഗ്രാമ ഹരിത സംഘം. സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഏത്? ഉത്തരം പ്രാവ്. കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജോൺ സി ജേക്കബ്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായി കണക്കാക്കപ്പെടുന്ന കന്നിമരം എവിടെയാണുള്ളത്? ഉത്തരം പറമ്പിക്കുളം. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 5. കേരളത്തിലെ വനം ഡിവിഷനുകളുടെ എണ്ണം? ഉത്തരം 36. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? ഉത്തരം കടലുണ്ടി പക്ഷി സങ്കേതം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം? ഉത്തരം 18. തിരുവിതാംകൂറിൽ വന നിയമം വന്ന വർഷം? ഉത്തരം 1887. കേരളത്തിലെ വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ? ഉത്തരം അഗസ്ത്യവനം. ഏതു വർഷമാണ് സുന്ദർബൻ ലോക പൈതൃക സ്ഥലമായത്? ഉത്തരം 1987. കേരളത്തിലെ ആദ്യത്തെ ഗ്രാമ ഹരിത സംഘം രൂപീകരിച്ചത്? മരുതിമല, കൊല്ലം ജില്ല. ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കാൻ രൂപീകരിച്ച ഉദ്യാനം ഏത്? ഉത്തരം ഗീർ ദേശീയ ഉദ്യാനം. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം? ഉത്തരം കോന്നി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനം? ഉത്തരം സൈലന്റ് വാലി. കേന്ദ്ര കേരള സർക്കാർ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന വനം വികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനം ഏത്? ഉത്തരം കേരള ഫോറസ്റ്റ്. പ്രൊഫസർ ജോൺ സി ജേക്കബിൻ്റെ ആത്മകഥ ഏതാണ്? ഉത്തരം ഹരിതദർശനം. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത്?
ഉത്തരം ആലപ്പുഴ. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം. ഉത്തരം കുമരകം പക്ഷിസങ്കേതം. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്ന സംരംഭം. ഉത്തരം വനശ്രീ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം വഴുതക്കാട്, തിരുവനന്തപുരം ജില്ല. കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏത്? ഉത്തരം ലാറ്ററൈറ്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല ഏത്? ഉത്തരം പത്തനംതിട്ട. കേരളത്തിലെ എലിഫന്റ് റിസർവുകളുടെ എണ്ണം എത്ര? ഉത്തരം 4. പ്രകൃതിയെ അറിയുകയും ആദരിക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തമാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി. ഉത്തരം മണ്ണെഴുത്ത്. എത്ര നീളമുള്ള പുഴകളാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നത്? ഉത്തരം 15 കിലോമീറ്റർ. സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏത്? ഉത്തരം തട്ടേക്കാട്. KK നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എവിടെ? ഉത്തരം ചൂലന്നൂർ. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം. ഉത്തരം 41. ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ ഉദ്യാനം. ഉത്തരം കുറിഞ്ഞി സാങ്ച്വറി, ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ. തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കി വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏത്? ഉത്തരം ഹരിതതീരം. പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികൾ, അപൂർവ ഇനം കടൽ വാവലുകൾ തുടങ്ങിയവ കാണപ്പെടുന്ന പക്ഷിസങ്കേതം. ഉത്തരം മംഗളവനം. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചതാര്? ഉത്തരം 1984 ഇന്ദിരാഗാന്ധി. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്നത് എവിടെ? ഉത്തരം ചിന്നാർ. കേരളത്തിലെ വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ. ഉത്തരം അഗസ്ത്യവനം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം. ഉത്തരം മുത്തങ്ങ. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യ പേര്? ഉത്തരം നെല്ലിക്കാംപെട്ടി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മഹാവൃക്ഷ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം കന്നിമരം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോട്ടയം. ഔഷധ സസ്യകൃഷി പ്രോത്സാഹിപ്പിക്കാൻ ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പദ്ധതി? ഉത്തരം സഞ്ജീവനി വനം. കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം? ഉത്തരം 1998. പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? ഉത്തരം ശിവഗിരി മല. താങ്ക്സ് ഫോർ വാച്ചിങ്. Please subscribe the channel and tap the bell icon to get new video updates.